എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. ഇങ്ങനെ ഒരു ഒഴിഞ്ഞ പറമ്പിൽ നിന്നും ഇന്ന് ഈ നിലയിലേക്ക് എത്തിപ്പെടാൻ കുറച്ചധികം പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓരോ പണികൾ നടക്കുമ്പോഴും മനസ്സിലിങ്ങനെ ഓരോരോ വിങ്ങലാണ്, ഓരോന്ന് കഴിയും തോറും. അങ്ങനെ അവസാനം ഞങ്ങളുടെ വീടിൻ്റെ പാലുകാച്ചൽ കഴിഞ്ഞ് ഞങ്ങളതിലേക്ക് പാർപ്പും മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതായത് താമസം മാറ്റി എന്ന് പറയാം. ഇതാണ് ഞങ്ങളുടെ വീടും വീടിൻ്റെ മുറ്റവും. മുറ്റത്തിൻ്റെ മുമ്പിൽ, അതായത് വീടിൻ്റെ മുമ്പിൽ ചെറിയൊരു പഞ്ചായത്ത് റോഡുണ്ട് കേട്ടോ. കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു റോഡുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റോഡ് സൗകര്യം ഉണ്ട് എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങളുടെ വീട് കുടിയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇതിൽ, അതായത് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്ന എൻ്റെ വീടിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. പക്ഷേ നിങ്ങൾ കാണുന്നത് പോലെ, സാധാരണ കാണുന്നത് പോലെയുള്ള ഒന്നും തന്നെ ഇതിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാനുണ്ടായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നിയിരിക്കാം. ഞങ്ങളുടെ വീട്, ഇതിൻ്റെ മുറ്റം, അതിൻ്റെ 4 ഭാഗം സാധനങ്ങളൊക്കെ കൊടുന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ കേട്ടോ. അതൊന്നും അകത്തേക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വിറക് കാര്യങ്ങളൊക്കെയാണ്, അന്ന് കൊണ്ടേക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ എൻ്റെ ചെടികളാണ് കേട്ടോ, എൻ്റെ കുട്ടികളുടെയൊക്കെ ചെടികളാണ്. പിന്നെ അങ്ങനെ ഓരോന്ന് മൈലാഞ്ചി കുത്തിയിടാൻ വേണ്ടിയിട്ട് ഒരു കൊമ്പ് പൊട്ടിച്ചു കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ മണി പ്ലാന്റ് ഇരിക്കുന്നുണ്ട്. അതിങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക കേട്ടോ. പക്ഷെ തൂക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു ഇങ്ങനെ കുളത്തുണ്ടല്ലോ, ആ കുളത്ത് ആ റാക്കിൻ്റെ അവിടെ കൊള്ളണില്ല. കണ്ടത് വളരെ ചെറിയൊരു സംഭവമാണ്. അപ്പോൾ അത് ഞാൻ ആ മേലെ ഒരു ഹുക്കിലിങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്, കുളത്തി വെക്കാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷെ അത് പറ്റണില്ല. അപ്പോൾ അത് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഉള്ളത് ഇത് കുറച്ച് സിമെൻ്റാണ്, അത് ബാക്കി വന്നതാണ് കേട്ടോ. പണികൾ ഇനിയുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ കുട്ടികളുടെയൊക്കെ ചെടികളാണ് കേട്ടോ. ഞാൻ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ, ചെറിയ ചട്ടികളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അതിൽ നിറച്ച് 10 മണി തൈകളാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൈകളാണ് 10 മണി തൈ. പെട്ടെന്ന് പൂവ് ഉണ്ടാകുകയും ചെയ്യും, കുറച്ച് സ്ഥലവും മതി. അതിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. പിന്നെ ഇപ്പം അതിൽ പൂവൊന്നും വല്ലാണ്ടല്ല. ഇനി അത് ഒപ്പം വെട്ടി നിർത്തി ഒക്കെ റെഡിയാക്കിയിട്ട് വേണം. പിന്നെ തണലത്തൊക്കെ അല്ലേ വെക്കണത്, അതുകൊണ്ടാണ്. പിന്നെ ഇത് എന്തോ ഒരു പുല്ലാണ്, ഇതാ ഈ ഒരു സംഭവമാണ് കേട്ടോ അത് കാണുന്നത്. അത് നേരെ വെള്ളം ഒഴിച്ചിട്ട് കൊടുത്താൽ നല്ല പച്ച കളറിൽ കാണും. ഇത് പിന്നെ എന്തൊക്കെയോ എൻ്റെ ചെടികളാണ് കേട്ടോ. ഇതൊക്കെ കുട്ടികളുടെയും എൻ്റെയും വക സംഭാവനകളാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. ഇതും അതിൻ്റെ കൂടെയുള്ള വേറെയും എന്തോ ഒരു തൂങ്ങിക്കിടക്കണ, നമ്മളിങ്ങനെ തൂങ്ങി ഹാങ് ചെയ്യണ ഒരു ചെടിയാണ് കേട്ടോ. ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെട്ടി നിർത്തിയിട്ട് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതിപ്പോൾ ചെറിയൊരു പാത്രത്തിൽ അവന് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് കാഴ്ചയിലേക്ക് കടന്നാലോ. ഇതാണ് വീട്. വീടിന് 2 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഫ്രണ്ട് സൈഡിൽ. പിന്നെ ഇത് വീടിൻ്റെ ഒരു സൈഡ് ഭാഗമാണ്. അവിടെയൊക്കെ ഞങ്ങൾക്ക് ഓരോരോ സാധനങ്ങൾ വെക്കാനും ഒക്കെ ഉണ്ട്. 4 പുറമൊന്നും നേരെ വൃത്തിയാക്കിയിട്ടില്ല. ഇത് ഞങ്ങൾ കുടിയിരുന്ന അന്നത്തെ ഇതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ആ ഭാഗത്തുനിന്ന് കറണ്ട് വലിച്ചെടുക്കാനുള്ള സൗകര്യം, അതൊക്കെ നേരാക്കി വരുന്നേ ഉള്ളൂ. പിന്നെ ആകെ ഉള്ളൊരു മരമാണ് കേട്ടോ, 2 മരമാണ് നിങ്ങൾ കാണുന്നത്. അതാണ് ആകെ ഉള്ളൊരു തണൽ. അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ വീടിൻ്റെ നിലം കണ്ടോ ശരിയാക്കിയിട്ടില്ല കേട്ടോ. ഇത് ഹോളോ ബ്രിക്സ് ആണ് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, ഉമ്മരക്കല്ല് അറിയില്ലേ, ഉമ്മരക്കല്ല്, അത് ഹോളോ ബ്രിക്സ് ആണ്. പിന്നെ നിലം എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആണ്. ഇതുണ്ടോ കോൺക്രീറ്റ് ഇട്ടിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ശരിയാക്കിയിട്ടില്ല. ആ ഒരു സൈഡും കോൺക്രീറ്റ് ആണ് ഇട്ടിട്ടുള്ളൂ. നമ്മൾ സ്ലൈവ് വെറുതെ അങ്ങനെ വാർത്തിടില്ലേ, അങ്ങനെ. പിന്നെ ഇത് നമ്മുടെ ജനൽ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എനിക്കതിനെപ്പറ്റി വല്ലാതെ അങ്ങ് പറയാൻ അറിയണില്ല. 4 ഭാഗത്തും ലൈറ്റ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കടക്കാം. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് ഡോറ് വരുന്നത് കേട്ടോ. ഇത് 2 പാർട്ടായിട്ട്, 2 ഡോറായിട്ടാണ് കേട്ടോ. ഒറ്റ ഡോറല്ല, 2 ഡോറായിട്ട്. ഇനി നമുക്ക് ഇങ്ങനെ പതിയെ അകത്തേക്ക് കിടക്കാം. അകത്തേക്ക് കിടക്കുമ്പോൾ സ്ഥലം എന്താ പറയുക, നിലം കണ്ടോളൂ കേട്ടോ. ഇതാണ് ഹാള്, മെയിൻ ആയിട്ടുള്ള ഹാൾ ഇതാണ്. ഹാളിൽ നിന്ന് നേരെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഒന്നും റെഡിയാക്കി വെച്ചിട്ടില്ല. അത് ഞങ്ങൾ പാല് കാച്ചിരുന്ന അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഒരു ടേബിള്, പിന്നെ ജനൽ കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ജനലുണ്ട്. അതിൻ്റെ ഹാളിൽ 2 ജനലാണ്. ഒന്ന് 2 കള്ളടിയും ഒന്ന് 3 കള്ളടിയും, അങ്ങനെ ജനൽ. പിന്നെ ഇത് കബോർഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല.
ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഇരുന്നത് എന്ന് പറയണത് വലിയ സെറ്റപ്പിലൊന്നല്ല വന്നിരുന്നിട്ടുള്ളത്. പണികളൊക്കെ ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏതൊക്കെയോ സ്വിച്ചാണ് കേട്ടോ. സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തി. ഏത് ലൈറ്റിൻ്റെ സ്വിച്ച് ഏതാണെന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല. എല്ലാതും കൂടി ഇടുമ്പോൾ അങ്ങനെ കത്തും. ഓരോന്നിടുമ്പോൾ ഓരോന്ന് കത്തും, അത്രേ അറിയുള്ളൂ. മുഴുവനായിട്ട് കറക്റ്റായിട്ട് അറിയില്ല. ചില സ്വിച്ചുകൾ എന്തിനാണെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെയുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഇതൊരു റൂമാണ്. ഇത് 2 റൂം, അത് കാണുന്ന രണ്ടും ഓരോ വാതിൽ കണ്ടില്ല, അത് രണ്ടും ഓരോ റൂമുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പറയുക, തെക്ക് ഭാഗത്തേക്കുള്ള റൂമാണ്. ഈ റൂമിലാണ് ഒരു കട്ടിലും പിന്നെ കണ്ടോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ കിടക്കണത്. പിന്നെ ഈ ഒരു റൂമിൻ്റെ നിലം കണ്ടോ, ഈ ഹാളിൽ ഞാൻ കാണിച്ചു തന്നില്ല നേരത്തെ, കോൺക്രീറ്റ് ആണ്. അത് നമ്മുടെ മെയിൻ വാർപ്പ് ചെയ്യണ സമയത്ത് കോൺക്രീറ്റ് ഇട്ടതും ഈ ഒരു റൂമിൽ മാത്രം കണ്ടോ അങ്ങനെ ഒരു അടയാളം. അത് ഞാൻ എന്താണ് സിമൻറ്റ് ഉണ്ടല്ലോ, സിമൻറ്റ് നന്നായിട്ട് കലക്കിയിട്ട് അതിങ്ങനെ കൈ കൊണ്ട് റെഡിയാക്കിയതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഞങ്ങൾ രാവിലെ എന്താണ് നിസ്കാരത്തിന് എടുത്തിരുന്ന പായയും സാധനങ്ങളൊക്കെയാണ് അവിടെ വിരിച്ച് കുറച്ച് നേരം ഞാൻ കടന്നിട്ടുള്ളൂ കേട്ടോ. വെള്ളം കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് ജഗ് വെച്ചു. പിന്നെ ഒരു ഫാന്, അത് ഞങ്ങൾ ഇവിടെ കൊടുന്നിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. ഹാങ് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ അതിന് സ്റ്റാൻഡില്ലാത്ത കാരണം കെട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ റൂമിന് 2 ഭാഗത്തും ജനലുണ്ട് കേട്ടോ. ഒരു ജനലിൽ കൂടെ പുറത്തേക്ക് കാണുന്ന ജനലാണ്. അത് സ്കൂൾ വണ്ടി തിരിച്ചു പോണതാട്ടോ നിങ്ങൾ കാണുന്നത്. വൈകുന്നേരത്തെ ആണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ജനൽ പുറത്തേക്കും ഉള്ളതും ഇങ്ങനെ കാണുന്നതുമാണ്, ഒരു ജനൽ കാണാത്തതുമാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു സൈഡിൽ റാക്കുണ്ട്. അത് ഞാൻ കാർട്ടൂണുകൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ അത്യാവശ്യം പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ താഴത്തെ ഒരു ചെറിയൊരു മറ്റേ നമ്മുടെ 0 ബൾബിൻ്റെ ലൈറ്റില്ലേ, ആ ലൈറ്റും വരുന്നുണ്ട്. അത്രയാണ് ആ റൂമിലുള്ളൂ. ഇനി ആ റൂമിൽ നിന്ന് ഈ റൂമിൽ നിന്ന് ഇറങ്ങി ഇനി 2ാമത്തെ റൂമിലേക്കാണ് കേട്ടോ. ഇതാണ് 2ാമത്തെ റൂം. ഈ റൂമിലേക്ക് ഞങ്ങൾ സാധനങ്ങളെല്ലാം കൂടി ഒക്കെ കൂടി വലിച്ച് വാരി കൊടുന്ന് വെച്ചിട്ടുള്ളൂ. ഒക്കെ ചാക്കിലാണ് കേട്ടോ. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എടുത്ത് വെക്കാത്തത് ഇതിൻ്റെ നിലം പൊടി ആർത്തുകയാണ്. ഈ പാറപ്പൊടി ആവുക കാരണം, നല്ല പോലെ പൊടി ആർത്തുക കാരണം എല്ലാതും അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം ഒക്കെ ചാക്കിലാണ്. ഇപ്പം എൻ്റെ ഡ്രസ്സ് തൂക്കിയിടാൻ സ്ഥലമല്ല എന്നിട്ട് ഞാൻ ആ ജനലിന്മേൽ കുളത്തിട്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ട്രൈപ്പോഡും എല്ലാ സംഭവങ്ങളും, ബാഗ്, ബുക്ക്, കുട്ടികളുടെ സാധനങ്ങൾ, പിന്നെ മിക്സി ഉണ്ട്, അതൊക്കെ ഞാൻ ബക്കറ്റിലാക്കിയിട്ട് ഇറക്കി വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെ എല്ലാ സംഭവങ്ങളും, ഞങ്ങളുടെ എല്ലാ പേപ്പർ വർക്ക് കാര്യങ്ങൾ, ഓരോരുത്തരുടെ ഡ്രസ്സും ഓരോരോ സെപ്പറേറ്റ് ആക്കിയിട്ടാട്ടോ, ഓരോ ചാക്കിൻ്റെ നിറത്തിനനുസരിച്ചിട്ടാട്ടോ സാധനങ്ങൾ ഇവിടെ. വെള്ളച്ചാക്കിൽ വേറെ, പിന്നെ കുട്ടികളുടെ മദ്രസ ബാഗ്, അങ്ങനെയൊക്കെ വേറെ വേറെ വെച്ചിരിക്കുകയാണ്. പിന്നെ എന്താണ് വെള്ള ചാക്കിലൊന്ന് പിന്നെ ഈ എന്താ പറയുക, ഈ ഒരു കബോർഡ് ഉണ്ടല്ലോ, ആ കബോർഡ് വർക്കും കഴിഞ്ഞിട്ടില്ല. ഇവിടെയും ഒരു ഇതുണ്ട്, റാക്ക് ഉണ്ട് കേട്ടോ റൂമിൽ. പിന്നെ അത്രയ്ക്കാണ് ആ റൂമത്തെ കാര്യങ്ങളുള്ളൂ. പിന്നെ അതേപോലെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇതാ ടോയ്ലറ്റ്. വേറെ എന്താണ് കണ്ണാടിയോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ഈ 2 റൂമിൽ നിന്നും ഹാളിൽ നിന്നും അതുപോലെ തന്നെ അടുക്കളയിൽ നിന്നും പോകാൻ പറ്റുന്ന ഒരു കോമൺ ടോയ്ലറ്റാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ടോയ്ലറ്റ് ഇത് നമ്മുടെ സാധാരണ ക്ലോസറ്റല്ല, യൂറോപ്യൻ ക്ലോസറ്റ്. ഇതിൻ്റെ നിലം ഞങ്ങൾ ഇതിട്ടിട്ടുണ്ട്, ടൈൽസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു വരിയും ചുമരിൻ്റെ ഭാഗത്ത് ടൈൽസ് ഇട്ടിട്ടുണ്ട്. ബാക്കി പണിയൊന്നും എടുത്തിട്ടില്ല, മുകളിലേക്ക് ടൈൽസ് ഇട്ടിട്ടില്ല. അതാണ് ഇങ്ങനെ വൈറ്റ് സിമെൻറ്റ് ഒന്നും അടിക്കാതെ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഔട്ടർ ഫാനുണ്ട്, നമ്മുടെ ഷവർ സ്റ്റാൻഡ്, പിന്നെ പൈപ്പ് കാര്യങ്ങളും, പിന്നെ നമ്മുടെ സോപ്പും എന്നൊക്കെ വെക്കാനുള്ള സംഭവങ്ങളും എല്ലാതും അതിലുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഈ ഒരു സാധനം നമ്മുടെ പണ്ടത്തെ ചകിരി, എനിക്ക് ആ ഒരു ചകിരി കൊണ്ട് തേച്ചാൽ കേട്ടോ ഒരു സുഖം ഉണ്ടാവുള്ളൂ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ബാത്റൂമിലത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതിൻ്റെ ചുമരിലത്തെ ടൈല് വർക്കൊക്കെ പെൻഡിങ് ആണ് കേട്ടോ. അതൊക്കെ ചെയ്യാൻ ബാലൻസാണ്. ഇനി അടുത്തതായിട്ട് ഇതിന്ന് ഇങ്ങനെ പോകുന്നത്, ഇതാണ് ഞങ്ങൾ ആദ്യം അടുക്കള എന്ന് ഉദ്ദേശിച്ച സ്ഥലം. ഇവിടുന്ന് നേരെ പോകുന്ന സ്ഥലം. ഇവിടെയും സാധനങ്ങൾ വെക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കബോർഡ് വർക്ക് ചെയ്യാത്തത് കാരണം ഒന്നും അവിടെയും വെക്കാൻ പറ്റണില്ല. അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ കുപ്പിയും പാത്രമൊക്കെ എടുത്ത് വെച്ചു. അതുപോലെ ഞങ്ങൾ വാടക വീട്ടിൽ നിന്ന് മാറി വന്നതാണല്ലോ, അപ്പോൾ സാധനങ്ങളൊക്കെ കൂടെ ഓരോ ചാക്കിലും പെട്ടിയിലും തൊട്ടിപ്പാത്രത്തിലും ഒക്കെ ആക്കിയിട്ടാട്ടോ വെച്ചിട്ടുള്ളത്.
പിന്നെ ഓരോന്ന് മുഴുവനായിട്ട് എടുത്ത് വെച്ചിട്ടില്ല. കുപ്പി ഡപ്പ അതിലേക്കുള്ള സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇൻഷാ അള്ളാ അവിടെ കബോർഡ് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാവും. പിന്നെ ഈ ഒരു പ്ലഗിൻ്റെ അവിടേക്ക് ഫ്രിഡ്ജിനുള്ള സൗകര്യവും അതുപോലെ ഇവിടെ ഒരു പ്ലഗ് ഉണ്ട്, അതിന് വേറെ എന്തോ ഒരു സൗകര്യമൊക്കെയാണ്. പിന്നെ 2 സൈഡിൽ ബൾബ്, ഒരു ഔട്ടർ ഫാൻ വെക്കാനുള്ളത്. പിന്നെ ഇതിൽ 2 റാക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു അടുക്കള ഭാഗത്ത് 2 റാക്ക് വരുന്നുണ്ട്. ഒന്ന് ഈ സൈഡിലും ഒന്ന് ഈ സൈഡിലും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കുറേയൊക്കെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഇതിൽ വേറെ എന്താണ് സ്റ്റോർ റൂം കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. നേരെ പുറത്തേക്ക് വരികയാണ് കേട്ടോ. ഡോറുണ്ട്. പിന്നെ എന്താ പറയുക, നേരെ മേലോട്ട കുറ്റി നല്ലോണം എന്താണ് കാലൊക്കെ പൊന്തിച്ച് വെച്ചാലുള്ള നമുക്ക് കുറ്റിയിടാൻ പറ്റുക. ഇനി നേരെ വരുന്നത് വർക്ക് ഏരിയ എന്ന് പറയുന്ന സ്ഥലം. അത് ശരിക്കും പറഞ്ഞാൽ അടുക്കളയാണ് കേട്ടോ. അടുക്കള അടുപ്പും വിതനയും ഇതാണ്. അടുപ്പും വിതനയും ഞാൻ കാവി ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ചോപ്പ് കാവി ഇട്ടാൽ മതി പറഞ്ഞിട്ട് ഇടിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതൊരു ഗ്രൗട്ട് ഒഴിച്ചപ്പോഴേ അത് തുടക്കാൻ വിട്ടുപോയതുകൊണ്ട് അതവിടെ ഒട്ടിപ്പിടിച്ചതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ, അതായത് നമ്മുടെ ചിമ്മിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടില്ല. പിന്നെ ഇതൊക്കെ തെറിച്ചതാണ്, അപ്പുറത്തുനിന്ന് തേക്കുമ്പോൾ തെറിച്ചതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടില്ല. ഇൻഷാ അള്ളാ അത് അടിക്കണം. പിന്നെ ഇവിടെ ഒരു ഔട്ട്ഡോർ ഫാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫാനിനുള്ള ഹോൾ വെച്ചിട്ടുണ്ട്, ഫാനൊന്നും വെച്ചിട്ടില്ല. ഇതാണ് അടുക്കള. പിന്നെ ഇതിൻ്റെ മേലെ ഒരു തുമ്പിക്കൈ ഉണ്ടല്ലോ, ആ ഒരു സാധനമുണ്ട്. ഇവിടെയും ഒരു കബോർഡ് വരുന്നുണ്ട് കേട്ടോ. ഈ കബോർഡും എന്താണ് നമുക്ക് തട്ടും കാര്യങ്ങളൊക്കെ വെക്കണം. പിന്നെ തൊട്ടപ്പുറത്തായിട്ടാണ് കൊട്ടത്തളം ഉള്ളത് കേട്ടോ. കൊട്ടത്തളം മീൻസ് ഒരു സിങ്കും അതിൻ്റെ അടുത്തൊരു കുറച്ച് സ്ഥലം. ആ ഒരു സ്ഥലം മറ്റേ എന്താ പറയുക, ഇത് ഇട്ടുകൊള്ളു, ടൈലിട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചാൽ അല്ല എന്താ വെച്ചാൽ തിരിക്കാൻ പറ്റുന്ന ഒരു പൈപ്പാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ തിരിക്കാൻ പറ്റും. പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ മുക്കും മൂലമൊക്കെ നേരാക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തേച്ച് മോറാൻ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ എന്താ, ഇതൊക്കെയാണ് കേട്ടോ കാഴ്ചകൾ. പിന്നെ ഇതിൻ്റെ കമ്പി കാര്യങ്ങൾ ഇതാണ് ക്യാമറാമാൻ കേട്ടോ. ഞാനാണ് ഫോട്ടോ എടുക്കുന്നത്, വർത്തമാനം പറഞ്ഞിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ ആ ഒരു ഇതൊന്നും റെക്കോർഡൊന്നും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മുഖത്തിൽ നോക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇങ്ങനെ കണ്ണാടി നമുക്ക് ഇടയ്ക്ക് കാണുമ്പോൾ നമുക്കൊരു എന്താണ് ഒറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് വരില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടൊരു കണ്ണാടി ഇവിടെ വെച്ചതാട്ടോ. കണ്ണാടി നിർബന്ധമാണ് എനിക്ക്. അതിപ്പോൾ വലുതോ ചെറുതോ എന്നൊന്നുമില്ല, ഒരു കണ്ണാടി അത് എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ അതിന് കണ്ണാടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഇതിൻ്റെ മേലെ ഭാഗത്ത് ഒരു തട്ട് ഇങ്ങനെ ഒരു കമ്പി കൊണ്ട് തന്നെ വെൽഡ് ചെയ്തിട്ടൊരു തട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തു നിന്ന്, അതായത് നമ്മുടെ അടുപ്പിൻ്റെ ആ ഒരു വർക്ക് ഏരിയ ഭാഗത്തു നിന്നാണ് കോണി വരുന്നത്. കോണി നമ്മുടെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, അതും കോൺക്രീറ്റ് തന്നെയാണ്. പിന്നെ ഈ ഭാഗത്ത് ഈ കോണിയുടെ താഴ്ഭാഗത്ത് കുറച്ച് സ്പേസ് വരുന്നുണ്ട്. ഇത് നമുക്ക് നേരാക്കാനുള്ള പുട്ടി എന്താ വൈറ്റ് സിമെൻറ്റും പിന്നെ ഹോളടക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ. ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കാവി ഇട്ടിക്കുകയാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നു. ഇവിടെ നമുക്കൊരു തട്ടൊക്കെ വെച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെയും കുറേ സാധനങ്ങൾ നമുക്ക് അടുക്കി പെറുക്കി വെക്കാൻ പറ്റും. ഈ ഒരു സാധനം പ്ലഗ് എന്തിനാണെന്നുള്ളത് എനിക്കറിയില്ല, ഇനി ഇലക്ട്രീഷ്യൻ വരുമ്പോൾ ചോദിച്ച് നോക്കണം. പിന്നെ ഇതാണ് പുറത്തേക്കുള്ള വഴി കേട്ടോ. പുറത്തേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ ഇവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ സെപ്റ്റി ടാങ്ക് കാര്യങ്ങളുടെ പൈപ്പും പിന്നെ വേസ്റ്റ് കുഴി ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. പിന്നെ പുറത്തേക്ക് ഞങ്ങൾക്കൊരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. അതിന് വാതിൽ വെച്ചിട്ടില്ല, അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ എന്താണ് ചുമരിൽ ടൈൽ വെക്കൽ അങ്ങനത്തെ ഒന്നും കഴിഞ്ഞിട്ടില്ല. നിലം മാത്രമേ ടൈൽ ഇട്ടിട്ടുള്ളൂ. പിന്നെ പൈപ്പ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ഷവറിൻ്റെത് വെച്ചിട്ടില്ല. സ്റ്റാൻഡും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ സാധാ ക്ലോസറ്റാണ് കേട്ടോ ഈ ഒരു പുറത്തേക്കുള്ള ബാത്റൂമിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. ബാക്ക് സൈഡിൽ വലിയ കാര്യമായിട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഒന്നുകൂടെ കാണിച്ചു തരാം. പിന്നെ ഇതാണ് കാണുന്ന നമ്മുടെ ബാക്ക് വശം, പിറക് വശം. ഇതാണ് വീടിൻ്റെ കോണിക്കൂടും അതേപോലെ പാരപ്പറ്റ്. ഈ ഒരു സ്ഥലം ഒക്കെ തേക്കാൻ ഇനി ബാലൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ലിൻഡൽ വാർപ്പിൻ്റെ താഴെ ഭാഗം വരെയാണ് കേട്ടോ എല്ലായിടവും തേച്ചിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് സൈഡുമാണ് തേച്ചിട്ടുള്ളത്. ഇതൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചതും ഒക്കെയാണ്. പിന്നെ ഇവിടെയൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കാനും ഒക്കെ ഇനിയും
പണികൾ പെൻഡിങ് കിടക്കുകയാണ് കേട്ടോ. ഇനി ഇതാണ് കേട്ടോ സിറ്റ് ഔട്ടിൻ്റെ ഭാഗം. അതേപോലെ ദാ ഈ ഭാഗത്ത് കണ്ടോ 3 വശം തേച്ചിട്ടില്ല. പാരപ്പറ്റും പിന്നെ ലിൻഡിൽ വാർപ്പിൻ്റെ മേലേക്കുള്ള ഭാഗങ്ങളൊന്നും തേച്ചിട്ടില്ല കേട്ടോ. ഇവിടെ നിന്നാ കാണുന്നതാണ് സിറ്റ് ഔട്ട് കേട്ടോ. ഇതാണ് മൊത്തത്തിലുള്ള ഒരു വീടിൻ്റെ കുറേ ഏകദേശമൊക്കെ ഒരു ഭാഗങ്ങൾ കേട്ടോ. പിന്നെ ഇനി ഇതൊക്കെ പണി ഇൻഷാ അള്ളാ കഴിച്ചുകൊണ്ടിരിക്കാനുണ്ട്. ഇനി ഇവിടെ വന്നിരുന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരുന്നിട്ടുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ സെപ്റ്റി ടാങ്ക്. പിന്നെ ഞാൻ ഈ നടന്ന് പോകുന്നത് കാര്യങ്ങൾ. പിന്നെ ഇവിടെ കുറച്ച് വിറകൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇങ്ങോട്ട് കൊടുന്നിട്ട് ഇടാൻ ബാലൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ വാൾവുകൾ, അങ്ങോട്ടുള്ള വാൾവ് ഇങ്ങോട്ടുള്ള വാൾവ് പറഞ്ഞിട്ട് ഒരുപാട് വാൾവ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിലവിൽ ഞങ്ങൾക്കിപ്പോൾ കിണറില്ല. അപ്പോൾ വെള്ളം ഞങ്ങൾ അടുത്തുനിന്ന് പമ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഞങ്ങൾക്ക് കിണർ കുത്താൻ ഇനി ബാക്കിയുണ്ട് കേട്ടോ. പണികളൊക്കെ പെൻഡിങ്ങിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടുത്തെ മണ്ണൊക്കെ മാറ്റാനുണ്ട്. അവിടുത്തെ കുറേ പണികളുണ്ട്. തൊട്ടപ്പുറത്ത് പൊന്ത പിടിച്ച് കിടക്കുന്ന ഒരു തറയുണ്ട് കേട്ടോ. തറ ഇട്ടിട്ട് അവർ പൊന്ത പിടിച്ച് കിടക്കണം. അവരും പണികളൊക്കെ തുടങ്ങും അധികം വൈകാതെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ കോണിയുടെ മുകൾക്ക് ഞാൻ പോയിട്ട് കാണിച്ചു തരാം. അതായത് പുറത്തേക്കുള്ളത് ഇതാണ് കേട്ടോ. ഞങ്ങൾ ചുമരി കട്ട എന്ന് പറയുന്നത് ആ മണ്ണിൻ്റെ കട്ടല്ലേ, അതാണ് ചുമരി വെച്ചിട്ടുള്ള കട്ട കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് മേലേക്ക് പിന്നെ ഞാൻ ഇനി അടിച്ചോരി ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കണത് എന്ന് പറയുന്നത് ഞങ്ങൾ കുടിയിരുന്ന അന്നാട്ടോ, അതായത് പാല് കാച്ചിയ അന്നാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇനിയും പണിയാൾ പെൻഡിങ് ഉണ്ട്. പിന്നെ ഇത് പുറത്തേക്കൊരു വാതിലുണ്ട്, അതിൽ മുകളിലൊരു കുറ്റിയുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ താഴെയും ഒരു കുറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ തുറക്കാൻ കിട്ടാത്തതെന്ന് ഞാൻ നോക്കുമ്പോൾ താഴെ നോക്കുമ്പോൾ ഒരു കുറ്റിയുണ്ട്. അങ്ങനെ പുറത്തേക്ക് കടന്നാൽ കിട്ടുന്ന കാഴ്ച അതാണ്. അവിടെയും ക്ലീനിങ്ങിൻ്റെ സംഭവങ്ങൾ ഇനിയുമുണ്ട്. ഇത് പ്ലാസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, ഇതിൻ്റെ നിലമൊന്നും വാർപ്പൊന്നും. പിന്നെ ഇതാണ് കേട്ടോ കോണിക്കൂട്, അതും തേച്ചിട്ടില്ല. പിന്നെ ഇത് ചിമ്മിണിയിൽ നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ, വെയിലിൻ്റെ ആ നിഴൽ, മറ്റേ നമ്മുടെ ഷീറ്റിൻ്റെ നിഴൽ. പിന്നെ അതേപോലെ ഞാൻ ഇവിടേക്ക് ഒരു പൈപ്പ് എക്സ്ട്രാ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കണം എന്നുണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് അതിന് വാൾവും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ടാപ്പ് വെച്ചിട്ടില്ല എന്നുള്ളൂ. ഒരു ടാപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുക്കാം. മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അടുക്കള ഭാഗം. ഈ ഭാഗമൊന്നും തേച്ചിട്ടില്ല കേട്ടോ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സൈഡൊന്നും പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. അതേപോലെ ചുമരുകളൊന്നും തേച്ചിട്ടില്ല. പിന്നെ ചിമ്മിണി ഫുള്ളായിട്ട് തേച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കമ്പിയൊക്കെ വെച്ചിട്ടാട്ടോ വെൽഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സംഭവത്തിൻ്റെ മേലെ പെട്ടെന്ന് കാണില്ല, എന്നാൽ നേരെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് കാണാൻ പാകത്തിന് ഞാൻ മാഷാ അല്ലാ എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുന്നില്ലേ നിങ്ങൾക്ക്? യെസ്, ഞാനത് പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് കൊണ്ടാട്ടോ എഴുതിയിട്ടുള്ളത് മാഷാ അല്ലാ തബാറക്കല്ലാ എന്നുള്ളത്. പിന്നെ ഇവിടെ റാക്കിൻ്റെ മേലൊക്കെ പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നു. വേണ്ടോ, ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള വഴി. ഈ വഴി മുഴുവനായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇനി ആവശ്യമില്ല. ഇപ്പോൾ ഇനി കുറച്ചും കൂടി സാധനങ്ങൾ ഞങ്ങൾ കുറച്ച് മണൽ കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട്. അത് കഴിഞ്ഞാലേ ഉള്ളത് മുഴുവനായിട്ട് ശരിയാക്കുക. പിന്നെ ഈ ഒരു ഭാഗവും തേച്ച് നേരാക്കിയിട്ടില്ല. ഇതൊക്കെയാണ് വീടിൻ്റെ 4 പുറമുള്ള ഭാഗങ്ങൾ കേട്ടോ. ഇവിടുന്ന് അതാണ് വഴി, ഞങ്ങളെ ഫ്രണ്ടിൽ കൂടെ പോണ വഴി കണ്ടോ, ആ വഴി. പിന്നെ ഇപ്പം എന്താ, ഇതിൻ്റെ മുകളിൽ ഫുള്ള് കച്ചറ തന്നെ കേട്ടോ. അതൊന്നും അടിച്ചു വരാനുള്ള ടൈം ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഒന്നല്ലെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് എപ്പോഴും പണിക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ടും. പിന്നെ ഞങ്ങൾ വാടക വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഭാഗത്തേക്ക് ഇങ്ങോട്ട് നടത്തം തന്നെ ഒരു വലിയ വിഷയമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ഓരോന്ന് നേരാക്കാമെന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ, ആലോചനയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയാൽ പിന്നെ ഒഴിവല്ലേ. പിന്നെ എൻ്റെ കുറച്ച് കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സമയം കൊണ്ട് ഇവിടെയൊക്കെ നേരാക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എൻ്റെ പ്ലാനിങ് അങ്ങനെയാണ്. പ്ലാനിങ് ഉണ്ട്, നടക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഇവിടെ വേണമെങ്കിൽ അയലൊക്കെ നമുക്ക് കെട്ടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. പിന്നെ മുകളിലേക്ക് എടുത്തിട്ടുള്ളതൊക്കെ ഞങ്ങൾ ഹോളോ ബ്രിക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. താഴെ മാത്രമേ ഉള്ളൂ മറ്റേ നമ്മുടെ വെട്ടുകല്ലുണ്ടല്ലോ അതുകൊണ്ട് പണിയെടുത്തിട്ടുള്ളത്, അതായത് മണ്ണിൻ്റെ ആ കല്ല്. മുകളിലേക്കൊക്കെ ഹോളോ ബ്രിക്സും പിന്നെ പാരപ്പറ്റ് ഹോളോ ബ്രിക്സ് അങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കോണിക്ക് കൈവരി ഒന്നും വെച്ചിട്ടില്ല. ഇവിടെ ജനലുണ്ട്, ജനലിന് അടപ്പ് ഇവിടെയും വെച്ചിട്ടില്ല, ഡോറ് വെച്ചിട്ടില്ല കേട്ടോ. എന്നാലും
അൽഹംദുലില്ലാ ഇത്രയൊക്കെ പണി കഴിഞ്ഞതിൽ ഇത്ര വേഗം ആയി കിട്ടുമെന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ അടക്കാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ ഞാൻ അടുക്കളയിൽ എനിക്ക് ചുവപ്പ് കാവി വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണ്. അത് ടൈൽസ് ഇടാമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ കാവിനോട് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് കറുപ്പ് വേണ്ട, ചുവപ്പ് മതി എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ നിലത്ത് ഇങ്ങനെ ചവിട്ട് നടക്കുകയൊക്കെ ചെയ്തിട്ട് ആകെ സിമെൻറ്റും പൊടിയൊക്കെ ആയിട്ട് എൻ്റെ നിലം ഒന്ന് നരച്ച പോലെ ആയിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടി കാവിട്ടാലൊക്കെ ശരിയാക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. പിന്നെ ഈ സിമെൻറ്റിൻ്റെ സാധനമൊക്കെ നമുക്കിങ്ങനെ എന്തുകൊണ്ടെങ്കിലുമൊക്കെ കുത്തി ബാന്തിയിട്ടൊക്കെ എടുക്കേണ്ട കാര്യമുണ്ട്. ഇതൊക്കെ വഴിയേ നമുക്ക് എടുക്കാം. പിന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ വർത്താനങ്ങൾ. പിന്നെ ഇതിപ്പോൾ കബോർഡ് വർക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ചെയ്യണം. അതുകളൊക്കെ കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ഒക്കെ അടുക്കിപ്പെറുക്കി നമുക്ക് എല്ലായിടത്തും വെക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒരു ജനൽ, നമ്മുടെ അടുക്കളയിൽ നിന്നുള്ളൊരു ജനൽ ഇങ്ങനെ കാണട്ടോ. എത്ര വിശാലമായ വഴിയാണല്ലേ. അത്രയും വഴിയൊന്നും വേണ്ട, നമുക്ക് ലോറിയൊന്നും വരാനില്ലല്ലോ. പിന്നെ കംഫർട്ടിൻ്റെ സമൂസ മേക്കർ ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് കൊളാബ് കിട്ടിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പറ്റുന്നവരൊന്ന് കാണുക. പിന്നെ നല്ലൊരു സാധനമാണ് കേട്ടോ, നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വാങ്ങിച്ച് വയ്ക്കും. ഇനി നോമ്പൊക്കെ അല്ലേ വരുന്നത്. പിന്നെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ടും കുറേ വെച്ചു. പിന്നെ കുപ്പിയിൽ ആക്കാത്തതുണ്ട്, എന്താ വെച്ചാൽ പെൻഡിങ്. ആദ്യം ഞങ്ങൾ എടുത്ത സാധനങ്ങളില്ല, അതൊന്ന് കഴിഞ്ഞിട്ട് ആക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ആയി കിട്ടി. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയി കിട്ടുമെന്നൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഞാനെന്നല്ല, ആരും തന്നെ വിചാരിച്ചിട്ടില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ ആക്കി തീർത്ത പടച്ചോന് അൽഹംദുലില്ലാ എന്ന് പറയാം. അല്ലാതെ എന്താ നമ്മൾ പറയാല്ലേ. ഒരു വീട് എന്നുള്ള സ്വപ്നം കൊണ്ട് നടക്കില്ലേ നമ്മളെല്ലാവരും. അപ്പോൾ പലരും എന്നോട് ഫോട്ടോസ് അയക്കിട്ടോ എന്ന് പറഞ്ഞു. ഫോട്ടോസ് അയക്കുക എന്ന് പറഞ്ഞാൽ അയക്കാൻ മാത്രമുള്ള ഫോട്ടോസൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ ഒരു ടാർപ്പായ വിരിച്ചിട്ടായിരുന്നു കേട്ടോ രാവിലെ ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടി നിന്ന് നിസ്കരിച്ചിരുന്നത്. ഉസ്താദുമാരും എല്ലാവരും ആണുങ്ങളൊക്കെ വന്നിട്ട് നിസ്കരിച്ചിരുന്നത്. അപ്പോൾ അത് വിരിച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ പായും മുസല്ലയൊക്കെ ഇട്ടിട്ടായിരുന്നു നിസ്കരിച്ചാൽ. ആകെ പൊടിയായിരുന്നു. എന്താ വെച്ചാൽ പൊടിയെന്ന് വെച്ചാലും പാടില്ല, നല്ലൊരു പുക പോലെ ഒരു പൊടിയായിരുന്നു ഈ പാറപ്പൊടിയുടെ ഇത് കാരണം. അങ്ങനെയൊക്കെ ആയിട്ട് ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എൻ്റെ മെഷീനൊക്കെ സർവീസ് ചെയ്യാനൊക്കെ ടൈം ആയിക്കണം. എന്താ വെച്ചാൽ അതിൽ നിറച്ച് പൊടിയാണ്. ഇനി അത് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം റെഡിയാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. പിന്നെ വണ്ടി നിർത്താൻ ഞാൻ സ്ഥലം കണ്ടെത്തിയത് ഇവിടെയാണ് കേട്ടോ. പിന്നെ ചുറ്റും മരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ആളും മനുഷ്യരൊന്നും ഇല്ലയെന്നുണ്ട് വെച്ചാൽ മരത്തിനൊന്നും കുറവില്ല കേട്ടോ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വർത്താനം പറയാൻ കുറച്ച് മരങ്ങൾ എന്ന് പറഞ്ഞ പോലെ 4 പാടും എനിക്ക് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ വർത്താനം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മളുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നുണ്ട് വെച്ചാൽ വർത്താനം പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ഈ ഒരു പൊന്തട അല്ലെങ്കിൽ ആ തൊടിയുടെ അപ്പുറത്ത് ഒരു പള്ളി ഉണ്ട് കേട്ടോ. അത് ഇവിടുന്ന് നേരെ കാണാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം ഇനി ഈ വഴിയൊക്കെ ചെറുതാക്കണം, കുറക്കണം. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കണ ഒരു വലിയൊരു കല്ലുണ്ട്, അത് കൊണ്ടുപോയിട്ട് ഞാൻ തിരുമ്മണ കല്ലിനുണ്ട്. അപ്പോൾ ഞാൻ ഈ കൈ കാണിച്ചു തന്നാണ്ടോ, ആ കൈയിൻ്റെ ഒരു ഭാഗം, ഏതെങ്കിലും ഒരു ഭാഗം പകുതി അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ഒഴിവാക്കിയിട്ട് പകുതി ഭാഗം മാത്രമായിട്ട് വഴിയാക്കണം. ഒരു വണ്ടിക്ക് വരാനുള്ള സ്ഥലം മാത്രം ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലം പോവുകയാണ്. പിന്നെ നേരെ വണ്ടി കയറണമില്ല. അങ്ങനെയൊക്കെ ഈ മണ്ണൊക്കെ ഇവിടുന്ന് ഒഴിക്കാനുള്ളതാണ് കേട്ടോ. ആ മണ്ണുകളൊക്കെ എന്താ വെച്ചാൽ കുറച്ച് ഭാഗം തന്നെ ഉള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അത് ഒഴിക്കണം, എന്നിട്ട് ഇവിടെയൊക്കെ നേരാക്കണം, വൃത്തിയാക്കണം. പണികളൊക്കെ ഇനി ഒരുപാടുണ്ട്. ഇവിടെ ഒരു പൈപ്പ് വെക്കണം, അതിന് ടാപ്പ് വെക്കണം. പൈപ്പല്ല, മീൻസ് ടാപ്പ്. അതേപോലെ ബാക്കിലും ഉണ്ട് കേട്ടോ ഒരു ടാപ്പ് വെക്കാൻ. അപ്പോൾ അതൊക്കെ വെച്ചാലാണ് ഏറെക്കുറെ റെഡി ആവുള്ളൂ. ഇപ്പം ഞാൻ ബാത്റൂമിൽ കയറിയിട്ട് വെള്ളം എടുക്കുക കാരണം ബാത്റൂം ആകെ ചളിയായിട്ട് കിടക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഫോട്ടോ കണ്ടില്ല, ഫോട്ടോസ് കാണിച്ചു തന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് ആരും പരിഭവം പറയണ്ട കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി ഓരോരോ പണികളായിട്ട് ഞങ്ങളിങ്ങനെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. പിന്നെ ഇനി വേറെ വീഡിയോസ്, ഹോം ടൂറല്ല, വേറെ എൻ്റെ ചാനലിന് വരുന്ന വീഡിയോസൊക്കെ എടുക്കാനുണ്ട്, അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ട്. മരങ്ങൾ കുഴിച്ചിടണം, ചെടി കുഴിച്ചിടണം, ഒരുപാട് പണികളുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്ര മതിയാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പം അതിലുള്ള ചെടികൾ എനിക്കിഷ്ടപ്പെട്ട അടക്കാപ്പായത്തിൻ്റെ തൈ എവിടുന്നോ കിട്ടിയതാണ് കേട്ടോ. എവിടെ നിന്നാണെന്ന് ഓർമ്മയില്ല. ഒരു ചെറിയ തൈ കിട്ടിയപ്പോൾ അതിങ്ങനെ കവറിലാക്കിയിട്ട് വെച്ചതാണ്. അത് ഉണങ്ങി പോവാതിരിക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അത് എന്തായാലും ചെടി ഉണങ്ങിയിട്ടൊന്നുമില്ല, ചെടി വലുതാക്കുക ചെയ്ത് ചെറിയൊരു ചെടിയായിരുന്നു കേട്ടോ.
അപ്പോൾ അതും പിന്നെ എന്തിൻ്റെയൊക്കെയോ മാവും തൈകളാണുള്ളത്. എന്ത് മാവാണ് എന്നുള്ളത് മാങ്ങ ഉണ്ടാകുമ്പോഴേ അറിയുള്ളൂ. ഇനിയിപ്പോൾ മാങ്ങ ഉണ്ടായിട്ടില്ല എന്നുണ്ട് വെച്ചാൽ നമുക്ക് തണലെങ്കിലും കിട്ടുമല്ലോ, അത്രയും ഞാൻ വിചാരിക്കുന്നുള്ളൂ. നമുക്ക് തണൽ കിട്ടുമല്ലോ, കുട്ടികൾക്ക് കളിക്കാം, ഊഞ്ഞാല കെട്ടേണ്ടവർക്ക് ഊഞ്ഞാല കെട്ടാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് വീഡിയോ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ എൻ്റെ വീടിൻ്റെ അലങ്കോലമായി കിടക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഇവിടെയൊക്കെ നേരാക്കാനുള്ളതാണ്, 4 പുറം നേരാക്കാനുള്ളതാണ്. മുമ്പിലൊരു എന്തെങ്കിലും ഒരു മാവും തയ്യോ അല്ലെങ്കിൽ ഒരു തെങ്ങും തയ്യോ വെക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഈ ഒരു ചാക്ക് സിമൻറ്റ് അതിൻ്റെ മുമ്പേ ഞാൻ പണി കഴിപ്പിച്ചിട്ട് ഇൻഷാ അള്ളാ അത് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുണ്ടാവുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ചാക്കിലത്തെ സിമൻറ്റ് കട്ട കുത്തുന്നതിൻ്റെ മുമ്പേ അതുകൊണ്ടുള്ള പണികൾ റെഡിയാക്കണം. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വരും കേട്ടോ. പുതിയൊരു വീഡിയോയും പുതിയൊരു തിരിച്ചുവരവും ഒക്കെ ഉണ്ടാവും. തിരിച്ചു വരണം എന്നാണ് എനിക്ക് ആഗ്രഹം. സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. ഒരുപാട് പേർക്ക് സപ്പോർട്ട് ചെയ്തവർക്കും അതേപോലെ ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ FB ID കളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്